റബീഅ ഇബ്നു ഹാദി അൽ-മദ്ഖലി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ശിർക്കിലേക്കും കുഫറിലേക്കും ഈ ജിന്നുവാദവുമായി പോയി വീണത് അദ്ദേഹത്തിന്റെ അസ്ഇലത്തും മുഹിമ്മ ഹൗല റുഖയ്യത്തി വറുഖാത്ത് എന്ന കിതാബിൽ 2012 കാലഘട്ടത്തിൽ തന്നെ എഴുതി വെച്ചത് കാണാൻ കഴിയും. അവരോട് എഴുതേണ്ട വിധി എന്താ? ബല ഹദീസ് നിഷേധമല്ലല്ലോ. അപ്പോൾ തൗഹീദ് തകർന്ന് നമ്മൾ പറഞ്ഞു ഹദീസിന്റെ വിഷയം. ഒരു ഹദീസ് നിശ്ചയിച്ചാൽ എന്താ അതിന്റെ വിധി? ഇത് എത്ര ഹദീസുകളാണ് തള്ളുന്നത്? ജനങ്ങൾ എതിർക്കാൻ സാധ്യതയുള്ള വിഷയമൊക്കെ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യാണ്? ഇസ്ലാമിനോട് തകർക്കാൻ നോക്കുകയാണ്. ഇവർ പ്രചരിപ്പിക്കുന്ന ആശയമാണ് ശരിയെങ്കിൽ പ്രമാണത്തിൽ വന്നൊരു കാര്യം അംഗീകരിച്ചാൽ നിർഭയത്വം നഷ്ടപ്പെടും എന്നാണ് വരിക. ഖുർആൻ അല്ലാഹ് പറഞ്ഞ കാര്യം, ഒരുപാട് ഹദീസ് വന്ന കാര്യം, സ്വഹാബത്തുണ്ടായ സംഭവങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ. അപ്പൊ തൗഹീദ് പഠിപ്പിക്കുക അല്ലാഹ് ഖുർആന്, ആ ഖുർആന് ചില ആയത്തൊക്കെ അംഗീകരിച്ചാൽ ഈ നിർഭയത്വം നഷ്ടപ്പെടും എന്നാണ് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞു വരുന്നത്. ജിന്നുബാധ. ഒരു ബഹുമാനായൊരു സഹോദരൻ, അദ്ദേഹം ഒരു ഖത്തീബാണ്, പ്രഭാഷകനാണ്, പല വേദികളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹം ഈ CD ടവർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന KNM-ന്റെ ഒരു സഹയാത്രികനും കൂടിയാണ്. അവരുടെ ഒരു ആളായിട്ട് ഉള്ള ഒരു ആളാണ് അൻസാർ നന്മണ്ട. ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളമായി കണ്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് തന്നെ നമുക്ക് പറയുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഖുത്തുബയിൽ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഒരു സംഗതി, ജിന്നുബാധ എന്നുള്ള ഒരു സംഗതി ഇല്ല, ജിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ കയറുന്ന ഒരു അവസ്ഥയില്ല, അങ്ങനെ ജിന്നിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ചില പ്രത്യേക സ്ഥാപിത താല്പര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചതുപോലെ തന്നെ ചില സ്ഥാപിത താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേനും അത് അദ്ദേഹം തിരുത്തുന്നു. ജിന്നുബാധ ഉണ്ട്, KJU എനിക്കത് തിരുത്തി തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ആയിട്ട് ആ ഒരു പാളയത്തിൽ നിന്ന് തന്നെ പാളയത്തിൽ പട ഉണ്ടാകുകയാണ്. അവിടെ പരസ്പരം ആദ്യം പറഞ്ഞതായിരുന്നു ശരി, മിമ്പറിൽ പറഞ്ഞതായിരുന്നു ശരി, തിരുത്താൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നു. അദ്ദേഹത്തെ വീണ്ടും തിരുത്താൻ ചില ആളുകൾ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള പടലപ്പിണക്കങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. ജിന്നിന്റെ ആളുകൾ അവരാണ് എന്ന് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്ന. അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? പ്രാമാണികമായി ഇതിലെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അബൂബക്കർ സലഫി ഒന്ന് വിശദീകരിക്കും. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിൻ്റെ പ്രസംഗം സൂചിപ്പിച്ചു. അദ്ദേഹം ഖുതുബയിലാണ് പറയുന്നത്, പിന്നെ ജിന്ന് മനുഷ്യ ശരീരത്തിൽ ബാധിക്കൂല, വസ്വാസം മാത്രം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. പിന്നെ ഉടനെ തന്നെ അതിന് തിരുത്തലും വരുന്നു. വാസ്തവത്തിൽ ഇതൊക്കെ അള്ളാഹ് കൊടുക്കുന്ന ഓരോ തിരിച്ചടികളാണ്. കുറേ കാലം ഇവർ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഒരു കൂട്ടരെ മേലെ ഇങ്ങനെ ചാർത്തിങ്ങ നടക്കുകയായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു നല്ല കുട്ടിയായിട്ട് അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ അവരോടൊക്കെ വല്ല ജിന്ന് ബാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം അതിന് ഉത്തരം കേട്ടാൽ ചോദ്യകർത്താവിനോ ജിന്ന് ബാധിക്കും എന്നാണോ പറഞ്ഞത്, ബാധിക്കൂല എന്നാണോ പറഞ്ഞത്, ഒന്നും മനസ്സിലാവില്ല ആ രൂപത്തിൽ. കാരണം അവർ ഇതിൻ്റെ ഒന്നും ആളല്ല എന്നൊക്കെ ഇങ്ങനെ വരുത്തിയിരുന്നു. അപ്പോൾ അള്ളാഹു തന്നെ നിങ്ങളെ അങ്ങനെ ഒഴിവാണ്ട, നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ആൾ. ഓരോ കൂട്ടരെ തലയിങ്ങനെ ഇട്ടപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്താണോ പ്രമാണം വന്നത് അത് മുഴുവൻ നമ്മൾ സ്വീകരിക്കുക. യാതൊരു അപകർഷബോധം നമുക്ക് ഉണ്ടാവില്ല. അതെന്താണോ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും വന്ന് അതെടുക്കും. പക്ഷേ ഈ സമയം ഇപ്പോൾ എല്ലാവരും ഇവരെ പറ്റി അത് ശരി നിങ്ങളും ഇപ്പോൾ അതിൻ്റെ ആളാണല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെ വേറെ രൂപത്തിൽ നടന്നത്. അതാണ് അള്ളാഹുവിൻ്റെ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർ പണ്ട് എഴുതിയതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ എല്ലാവർക്കും അറിയാൻ തുടങ്ങി. അപ്പോൾ അതിൽ അവർ ചിലത് എഴുതിയത് ഞാൻ ഒന്ന് വായിച്ചു തരാം. ഇതിലിപ്പോൾ ജിന്ന് പിശാജ് റുഖിയ ഷറയ്യ എന്നൊരു പുസ്തകം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് ഒരു ജമിയത്തുൽ ഉലമൻ്റെ പേരിൽ അടിച്ചിറക്കിയൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ ശരിക്ക് പിശാജിൻ്റെ ഉപദ്രവം വസ്വാസം മാത്രമല്ല, മറിച്ച് അത് ഭൗതികമായി തന്നെ ഉപദ്രവം ഉണ്ടാക്കും എന്ന് അവരെഴുതിയിട്ടുണ്ട്. അതിപ്പോൾ അവരുടെ ഔദ്യോഗിക ഇതാണല്ലോ, ജമിയത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ. അപ്പോൾ അതിൽ 1-2 വാചകങ്ങൾ. ഒന്നിങ്ങനെയാണ്: പിശാചിൻ്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കേവലം വസ്വാസം മാത്രമല്ല, ഭൗതികമായും പിശാച് ഉപദ്രവിക്കും. മറ്റൊരു വാചകം: പിശാച് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഭൗതികമായ പ്രതിഫലനങ്ങളെക്കുറിച്ച് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പിശാച് മനുഷ്യൻ്റെ ശരീരത്തിൽ കയറും എന്നതിന് പരിശുദ്ധ ഖുർആനിലെ വചനം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണം വന്ന പിന്നെ അപ്പുറത്ത് വേറൊന്നുമില്ല. പക്ഷെ ഒരു കാലത്ത് ബൽക്കും ഇതൊക്കെ എഴുതേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ
275-ാമത്തെ ആയത്തിൽ അല്ലദീന യഖൂലൂന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബത്തു ശൈത്താനു മിനൽ മസ്, പലിശ തിന്നുന്നവൻ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. അപ്പോൾ പിശാച് ബാധ ഉണ്ടാകും, പിശാച് അവനെ മറിച്ചിടും, എന്നിട്ട് അവൻ എഴുന്നേൽക്കുന്ന രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പിശാച് ബാധയുണ്ടാകും എന്ന് ഇതിലും പിന്നെ അവർ സമർത്ഥിക്കുന്നുണ്ട്. പിന്നെയും കുറേ ഞാൻ 1-2 സംഭവങ്ങൾ കൂടി ഇവർ കൊടുത്തു. ഇതിൽ ചിലതൊക്കെ ഉണ്ട്, ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ മനസ്സിലാവും. അത് ചിലത് മാത്രം ഇവിടെ പറയാം. പിന്നെ പേജ് 50 പിന്നെ സംഭവം തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് പിന്നെ യഅ്ല ബിൻ മുറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് 3 അത്ഭുതകരമായ കാര്യം ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹം കണ്ടത്, ഒരു സ്ത്രീ നബീൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നബി എൻ്റെ കുട്ടിക്ക് പ്രശ്നമുണ്ട്, ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യമാണ് പിശാച് ബാധയെ പറയണേ. അപ്പോൾ നബി തിരുമേനി ആ കുട്ടീനെ ആവശ്യപ്പെട്ടു, നബിൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ബിസ്മില്ല അന അബ്ദുള്ള ഇഹ്സ അദുവല്ല എന്നൊക്കെ പറയും. വേറെ റിപ്പോർട്ടിൽ ഉഹുർജ് അദുവല്ല, അള്ളാഹിൻ്റെ ശത്രു നീ പുറത്തു പോ. അപ്പോൾ ആ ഹദീസുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം പുറത്ത് പോകണമെങ്കിൽ ഉള്ളിലുണ്ടാണല്ലോ. അപ്പോൾ ആ ഹദീസ് ഇവർ ഇവിടെ അംഗീകരിച്ചു. ഇതുപോലെ വേറൊരു ഹദീസ്, അത് ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിനും ചില പ്രശ്നമുണ്ട്. നിസ്കാരത്തിൽ നിൽക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും. അവ നബി തിരുമേനിയുടെ അടുത്ത് വന്നപ്പോൾ അത് പിശാചാണ് എന്നിട്ട് പറഞ്ഞപ്പോൾ നബി തിരുമേനി അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അത് പിശാചാണ്, ഉഖ്റുജ് അത് അള്ളാഹിൻ്റെ ശത്രു നീ പുറത്തു പോ. അപ്പോൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഇതിനേക്കാളൊക്കെ ഇത്രയും നമ്മളൊന്നും പറയാത്ത കുറേ രൂപത്തിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പിശാച് ബാധ പറഞ്ഞിട്ട് കുറച്ചും കൂടി അധികം പറയുന്നുണ്ട്. നമ്മളൊന്നും ഈ രൂപത്തിൽ അത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഷെയ്ഖ് റബീൻ്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം. എന്താ ചോദിച്ചാൽ, പിശാച് ബാധിച്ചിട്ട് മനുഷ്യന്മാർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? അസുഖം ബാധിച്ചിട്ട് പിശാച് ബാധിച്ചതാണ്. അതിങ്ങനെയാണ് അതിലുള്ള വാചകം. പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖർആവി ഞങ്ങളുടെ പ്രദേശത്ത് വന്നു. അന്ന് ധാരാളം പേർ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ രോഗികളായിരുന്നു. എന്തായിരുന്നെന്ന രോഗം? ജിന്ന് ബാധ. അപ്പോൾ ജിന്ന് ബാധിച്ചിട്ട് എഴുന്നേൽക്കാൻ കഴിയണില്ല. അതുപോലുള്ളതും രാത്രിയിൽ പുറത്തിറങ്ങിയാൽ വഴിയിലും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു. അങ്ങനെ ചോദിക്കലുണ്ട്, ജിന്നിനെ കാണലുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരിത് കണ്ടിട്ടുണ്ട് എന്നുള്ള ഇവരാണ് എഴുതുന്നത്. ജിന്ന് നടക്കുമ്പോൾ വഴിയിലും ജിന്ന്, മരത്തുമ്മലും ജിന്ന്, ഈ രൂപത്തിൽ അവരെ പിശാച് കീഴടക്കിയിരുന്നു. ഇതിൽ എഴുതിയതിപ്പോൾ 58-ാമത്തെ പേജിലാണ്. ഇവിടെ നടക്കണ വഴിയിലും ജിന്ന് ഒരു കാണുക, മരത്തുമ്മലും ജിന്നിനെ കാണുക. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാണുകൊണ്ട് ചട്ടയിലും കൊടുത്തിട്ട് തന്നെ ഇതേ കാര്യം. ഈ ബുക്കിൻ്റെ ചട്ട വളരെ പ്രധാനപ്പെട്ടതായത് കൊണ്ടല്ലേ ഇത് കൊടുക്കുക. അപ്പോൾ അതിൽ തന്നെ ഷെയ്ഖ് അബ്ദുൽ ഖർആവിയെ പോലെയുള്ള പ്രബോധകർ സ്വീകരിച്ച രീതി നിങ്ങൾ സ്വീകരിക്കുക. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ജനങ്ങൾ അധികവും ജിന്നുബാധ പോലുള്ള കാരണം വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. രാത്രി പുറത്തിറങ്ങിയാൽ വഴികളിലും മരങ്ങളിലും ജിന്നുകളെ കണ്ടുമുട്ടുമായിരുന്നു അത്രമാത്രം പിശാച് അവരെ കീഴ്പ്പെടുത്തിയിരുന്നു. അപ്പോൾ പിശാച് ബാധയുമായി ബന്ധപ്പെട്ട വിഷയം എത്ര അതിര് കവിഞ്ഞിട്ടാണ് അവരിവിടെ സംസാരിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പിശാച് ബാധ അതുണ്ടോ? അതുണ്ട്. നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈത്താൻ യജ്രി മിനൽ ഇൻസാനി മജറദ്ദമി, മനുഷ്യ ശരീരത്തിലൂടെ രക്തം ഒഴുകുന്നിടത്തൊക്കെ പിശാച് സഞ്ചരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൽ പറഞ്ഞ തെളിവുകൾ പ്രമാണം കൊണ്ട് സൂറത്തുൽ ബഖറയിൽ നമ്മൾ പറഞ്ഞു. ഇതിൽ ചില സംഭവങ്ങളുണ്ട്, വേറെയും സംഭവങ്ങളുണ്ട്. അവരുടെ പിശാച് ബാധ ഉണ്ടാകും. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടൊരു വിഷയം നമുക്ക് പറയാം, യാതൊരു മടിയും വേണ്ട, അപകർഷതാബോധം വേണ്ട. പക്ഷേ ഇവരിതൊക്കെ എഴുതി വെച്ചിട്ട് ഇത് ഞങ്ങളൊന്നും അതിൻ്റെ ആളല്ല എന്ന് പറഞ്ഞ് നടന്ന് ചിലർ വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഷെയ്ഖൊക്കെ പ്രസംഗിച്ചത്. അപ്പോൾ അയാളൊക്കെ അങ്ങനെ വിശ്വസിച്ചു. കാരണം ഇവർ ഞങ്ങളിതിൻ്റെ ആളൊന്നും അല്ല എന്ന് പറഞ്ഞ് നടന്ന അവസാനം അങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് മനുഷ്യ വസ്വാസം ഉണ്ടാകുള്ളൂ, ബാധ ഉണ്ടാവില്ല എന്ന രൂപത്തിൽ അവർ പോലും വിശ്വസിക്കുന്ന രൂപത്തിലായി. ഇവരിങ്ങനെ അതൊന്നുമില്ല, അത് ഇങ്ങനെ ചെയ്താൽ നല്ല കുട്ടിയാന്ന് വിചാരിച്ച് ചെയ്യാണ് ഇത് നിശ്ചയിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ആ കള്ളി ഇപ്പോൾ പൊളിഞ്ഞു എന്നാണ് ഇപ്പോൾ അതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ ഓർമ്മയായത്, ഇപ്പോൾ ഇതിലിപ്പോൾ വഴിയിൽ ജിന്നെ, മരത്തിൽ ജിന്നെ, എല്ലാ സ്ഥലത്തും ജിന്നെ എന്നൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. പിന്നെ തൗഹീദ് വന്നപ്പോൾ അതൊക്കെ
മാറി എന്നാണ് പിന്നെ ആ ഫത്വയുടെ ബാക്കി പറയുന്നത്. പക്ഷേ ആ നാട്ടിൽ ഉണ്ടായി എന്നറിയുമ്പോൾ അതുണ്ടാവില്ല, അങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറയേണ്ടത്. അതിന് പകരം തൗഹീദാണ് ഇതിന് പ്രതിവിധി എന്ന് പറഞ്ഞെടുത്തത്. അപ്പം നമ്മുടെ നാട്ടിലും സമാനമായി KNMൻ്റെ ആളുകൾ, സംഘടനാ പക്ഷപാതികളായ ആളുകൾ ഇതേപോലെ ഒരുപാട് കഥകൾ, ഇതിനെ കണ്ട കഥകൾ ഒരുപാട് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഈ 2012-13 കാലത്ത് KNM സംഘടനാ രംഗത്ത് പക്ഷപാതമായി ഇടപെട്ട് നമുക്കെതിരെയൊക്കെ ഇപ്പോൾ അതിശക്തമായി സോഷ്യൽ മീഡിയ അടക്കം നമുക്കെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞ കഥ ഉണ്ട്. അദ്ദേഹം ഇതിനെ കണ്ട കഥ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് ആ സമയത്ത് ചില സ്ഥലത്തൊക്കെ പ്രസംഗത്തിൽ ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പം തന്നെ അവർ ചെയ്തത്, ഞാൻ അന്ന് ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ തുറന്നു പറയാലോ, കോട്ടക്കൽ ഹിദായ മൾട്ടിമീഡിയ KNMൻ്റെ ഒരു ഔദ്യോഗികമായി അവരുടെ ഒരു മൾട്ടിമീഡിയ സംവിധാനമാണ്. അതിൽ അന്നും ഇന്നും അത് സ്റ്റാഫായി നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞ കഥ പിന്നീട് ഇവരൊക്കെ ഇതിന്ന് നയം മാറ്റി, നിലപാട് മാറ്റി നമ്മൾ ജന്നിൻ്റെ ആളുകളാക്കി അവർ നാട് മുഴുവൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അന്നൊരു പ്രസംഗത്തിൽ പറഞ്ഞു, KNMൻ്റെ വ്യക്തിയായ ഇദ്ദേഹം എന്നോട് ഇത്ര വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും എന്നിട്ട് ഇപ്പോൾ അവരൊക്കെ മാറ്റി പറയുന്നു എന്ന് പറയുകയും ചെയ്ത പ്രസംഗം, അതിൻ്റെ തലയും പാലും വെട്ടിയിട്ട്, അതിപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ആ ക്ലിപ്പ് നമുക്ക് കേൾക്കാം. ഹിദായ മൾട്ടിമീഡിയ നിജമുദ്ദീന് ഓരോ ജിന്നിനെ ഓരോ ബൈക്കിന്റെ ബാക്കിൽ ഇരുത്തിക്കൊണ്ടായ മനസ്സിലാണ് എന്നോട് പറഞ്ഞതാ. രാത്രി 12 മണിക്കോ ബൈക്കും കൊണ്ട് പോകുമ്പോ ഒതുക്കിങ്ങുന്ന ഒരാൾ കൈയാട്ടി വണ്ടിമ കയറി, അങ്ങനെ വർത്തമാനം പറഞ്ഞങ്ങനെ പോയി പൊന്മളെത്തിയപ്പോ പിന്നെ ആളെ കാണാനില്ല. അപ്പൊ നോക്കുമ്പോ ജിന്നെ. ഇത് അവൻ പറഞ്ഞ കഥയാണ്. ഇത് KNMൻ്റെ അതെ അന്നും ഇന്നും ശക്തമായി വ്യക്തമായി നിന്ന് നമ്മളെ ജിന്നിൻ്റെ ആളായി അവതരിപ്പിക്കുന്ന അന്നൊക്കെ ആക്ഷേപിക്കുന്ന വ്യക്തി 2011 കാലത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ അനുഭവമാണിത്. അപ്പം ഞാൻ അദ്ദേഹം പിന്നെ 2012 നയം മാറ്റി നമുക്കെതിരെ ജിന്നെ ആരോപിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇതാണ് മൾട്ടിമീഡിയയിൽ നജമുദ്ദീൻ എന്നോട് പറഞ്ഞ ആളാണ്, എന്നിട്ട് നിങ്ങളല്ലേ ഇപ്പോൾ ഇങ്ങോട്ട് നമുക്കെതിരെ ജിന്നുമായി വരുന്നത് എന്ന് ചോദിച്ചതാണ്. ആ തലയുമാരും വെട്ടിയിട്ട് ഇത് മാത്രം എടുത്തിട്ട് ഇപ്പം കണ്ടോ പിസ്തക്കാർ ഇവിടെ എത്തി, മായാവി കഥകൾ പോലും പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഇത് അവതരിപ്പിക്കുന്നത്. കട്ടുമുറിക്കാനൊന്നും ഒരു മടിയില്ല, ഒരു സത്യസന്ധത. എത്രയാണ് അങ്ങനെ ഓരോ ദായിമാരെ പറ്റി നമ്മളെ അപ്പുറം ഇപ്പുറം കട്ടുമുറിച്ചിട്ട് മനുഷ്യന്മാരെ പറ്റിക്കുക, വഞ്ചിക്കുക. ഇതിൽ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ഖുതുബയിൽ അദ്ദേഹം ഈ സംഗതി പറയുന്നുണ്ടല്ലോ, അതിനെ തുടർന്ന് പറയണത് പിന്നെ ഇതേപോലെ മുഴുവൻ ആരോപണങ്ങളാണ്. ഇസ്ലത്തിൻ്റെ ആളുകളെയും ഒക്കെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് മൂപ്പര സംഗതി തുടക്കത്തിൽ പറയുക, വസ്വാസ് മാത്രമേ ഉണ്ടാകുള്ളൂ, ജിന്നുവാദം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് അതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അതങ്ങനെ ആ നിലക്ക് അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ഖുതുബയിൽ. പിന്നീട് അദ്ദേഹം അതിൻ്റെ വിശദീകരണം ഈ തിരുത്ത് പറയുന്നിടത്തും അത് തുടരുക, ആ ആക്ഷേപം തുടർന്നു. ഈ തിരുത്ത് ഇങ്ങനെ KJ തിരുത്തിക്കൊണ്ട് ഞാൻ തിരുത്തുന്നു എന്ന് പറയുകയും ആക്ഷേപം അതുപോലെ തുടരുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ തന്നെയാണ് ഇത്തരത്തിൽ ഈ ജിന്നുമായി ബന്ധപ്പെട്ടൊക്കെ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അവരവിടുന്ന് കുറേ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരുത്തും അതുപോലെ തന്നെ ഖുതുബയിൽ പറഞ്ഞതും പിന്നീട് തിരുത്തൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ തിരുത്തിനെ തിരുത്താൻ വേണ്ടി ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ചില സംഗതികൾ ഭയങ്കര നിഷ്കളങ്കമായ എന്ന് നമുക്ക് തോന്നുന്ന ചില ചോദ്യങ്ങൾ, അതായത് പണ്ട് ഇതിനൊക്കെതിരെയാണല്ലോ നമ്മൾ സംസാരിച്ചിരുന്നത്, ഈ പിന്നെ ഇവിടെ പല മുസ്ലിയാക്കന്മാരൊക്കെ കൊണ്ട് നടന്നിരുന്ന സംഗതികളൊക്കെ എതിർക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്ന സംഗതി അതൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണോ ഇപ്പോൾ എന്നുള്ള രൂപത്തിൽ ഇവിടെ ഒരു നിർഭയത്വം നഷ്ടപ്പെടുകയാണ്. നമ്മുടെ തൗഹീദ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു നിർഭയത്വം ഇതൊക്കെ പറഞ്ഞതിലോടുകൂടി ജിന്നുവാദം ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടും എന്നുള്ള രൂപത്തിൽ ചില ആളുകളൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താണ് ഇതൊരു നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയാണോ? ഈ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം ഇത് നമ്മുടെ ഒരു നിർഭയത്വം നഷ്ടപ്പെടുന്ന സംഗതി ആകുമോ ഫൈസൽ മൗലവി? യഥാർത്ഥത്തിൽ നിർഭയത്വം കൂടുതൽ ശക്തിപ്പെടാനാണ് പ്രമാണങ്ങൾ തന്നെ അവതരിപ്പിച്ചത്. ആ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടൊരു കാര്യത്തിൽ നിഷേധിക്കാൻ ഇവർ കണ്ടെത്തിയൊരു മാർഗമാണ് അത്. സിലി ടവർ മാത്രമല്ല, മർക്കസ് താഴെക്കാർ മാത്രമല്ല, ഇപ്പോൾ വ്യാപകമായി അവർ കൊണ്ടുവരുന്ന ഒരു നരേഷനാണ് ഇതിലൂടെ നിർഭയത്വം നഷ്ടപ്പെടുന്നു. പഴയ കാലത്ത് ഇവിടെ ചെകുട്ടിപ്പാപ്പ, ചെകുത്താൻ കൂക്ക്, അതേപോലെ ഒടിയന്, ഇങ്ങനെയൊക്കെ തുടങ്ങിയ വ്യത്യസ്ത പേരുകളിൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പൗരോഹിത്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി പണിയെടുത്തു. ഇന്നും ആ പണിയെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ തിരിച്ചു പോവുകയാണ്, നിർഭയത്വം ഇല്ലാതാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്
എന്തോ ഇവിടെ ഒരു അന്ധവിശ്വാസം തിരിച്ചു കൊണ്ടിരുന്നു എന്ന രൂപത്തിൽ സ്ഥാപിച്ചെടുക്കാനാണ് പ്രമാണ നിഷേധികളായ ആളുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം സംഗതികൾ പ്രമാണങ്ങൾ വന്നവയെ ശരിയാം വണ്ണം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിർഭയത്വം കൂടുകയാണ് ചെയ്യുക. തീർച്ചയായും. കാരണം പടച്ചറബിൻ്റെ കഴിവ്, അവൻ്റെ ശക്തി, സൃഷ്ടികളുടെ ദുർബലാവസ്ഥ ഇതെല്ലാം മനസ്സിലായി. എന്നാൽ മനുഷ്യർക്ക് അള്ളാഹു നിശ്ചയിച്ച ചില പ്രയാസങ്ങൾ, ദോഷങ്ങളൊക്കെ പൈശാചികമായി മല്ലതൊക്കെ ഉണ്ടാകാം. അതിന് തെറ്റായ വഴിക്ക് പോവുകയല്ല വേണ്ടത്. അതിന് ജ്യോത്സ്യന്മാരെയോ സിദ്ധന്മാരെയോ തങ്ങന്മാരെയോ ദർഗകളെയോ ഒന്നും സമീപിക്കുകയല്ല വേണ്ടത്. അത് റബ്ബിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കുകയും തൗഹീദ് ഉറപ്പിക്കുകയും റബ്ബിൻ്റെ കാവൽ തേടുകയും ദിക്റുകളും ദുആകളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്ത് പിശാച് പരാജയപ്പെട്ടു പോവുകയാണ് വേണ്ടത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒന്നുമില്ല. ഇപ്പോൾ നാട്ടിൽ ചെന്നിറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം നാട്ടിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇതോടെ പറഞ്ഞാൽ അതെന്തിനാ, അപ്പോൾ അവിടെ ഇറങ്ങുമ്പോഴേക്ക് പേടിയാണോ, പിന്നെ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നിർഭയത്വം നഷ്ടപ്പെടുകയാണ് എന്ന് പറയാൻ പറ്റുമോ? അതേസമയം അവിടെ ചില ഷർറുകളുണ്ട്. അള്ളാഹു നിശ്ചയിച്ച പല ഷർറുകൾ ഉണ്ടാവാം. മനുഷ്യന്മാരുടെ ഭാഗത്തുനിന്ന്, ശൈത്താൻ്റെ ഭാഗത്തുനിന്ന്, അല്ലാത്ത മറ്റു ഇഴജന്തുക്കളുടെ ഭാഗത്തുനിന്ന് വ്യത്യസ്തമായ ഷർറുകൾ വരാം. അപ്പോൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് അവൻ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും ഷർറിൽ നിന്ന് ഞാനിത് റബ്ബിനോട് കാവലിൽ തേടുന്നു. ആ കാവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെന്ത് പേടി? അതേസമയം അല്ലാത്തവരോ ഈ പേടി കൊണ്ട് ജ്യോത്സ്യന്മാരെ സമീപിക്കുകയും ഏലസ് കെട്ടുകയും മുറുക്കെഴുതി കുടിക്കുകയും കയ്യിലും കാലിലും അരയിലും കഴുത്തിലൊക്കെ നൂല് കെട്ടുകയും അതിലൂടെ തനിക്ക് നിർഭയത്വം കിട്ടാൻ ശ്രമിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. അവിടെയാണ് നിർഭയത്വം നഷ്ടപ്പെടുന്നത്. ആ ഏലസ് അഴിഞ്ഞു പോയാൽ അവന് ബേജാറായി, ഈ വല്ല വസ്തുവും നഷ്ടപ്പെട്ടു പോയാൽ അവന് ബേജാറായി. അങ്ങനെ വാഹനത്തിലും വീട്ടിലും കടയിലുമൊക്കെ പലതും എഴുതി തൂക്കി, തകിട് വെച്ച്, കുപ്പി വെച്ച് പലതും തൂക്കിയിട്ട് അതിലൂടെയാണ് അവർ ഒരു നിർഭയത്വം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നത്. നബി ഞങ്ങൾ പറഞ്ഞു, മൻ അല്ലഖ ശൈഅൻ മൻ തഅല്ലഖ ശൈഅൻ ഉകില ഇലൈഹി വല്ലതും ഒരാൾ കെട്ടിബന്ധിച്ചാൽ അതിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെടും. അതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അതിൽ നിന്ന് മാറി ഈ തഅല്ലുഖ് ഇതിലേക്കല്ല വേണ്ടത്, ഈ തഅല്ലുഖ് റബ്ബിലേക്കാണ് വേണ്ടത്. അതുകൊണ്ട് എവിടെ വന്നാലും ശരി ബിസ്മില്ലാഹി ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ ആകാശത്തോ ഭൂമിയിലെ ഒന്നിലും അള്ളാഹുവിൻ്റെ നാമത്തിൽ ആണ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല. ഇതൊരു വല്ലാത്ത നിർഭയത്വമാണ്. വീട്ടിൽ കയറുമ്പോൾ ദിക്ർ, ആ ഹദീസിൽ കാണാം, ഇതൊരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിശാച് പറയും ലാ മബീതലക്കും, നിങ്ങൾക്കിന്ന് ഇവിടെ താമസ ഇടമില്ല എന്ന് പിശാചുകൾ പരസ്പരം പറയും. അവ പിശാച് അത് ഒരു വല്ലാത്ത നിർഭയത്വമാണ്. വീട്ടിൽ കയറുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലാണ് ബിസ്മി ചൊല്ലാണ് കയറിക്കഴിഞ്ഞാൽ പിശാച് ഒഴിഞ്ഞു പോകും. വാതിലടക്കുമ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, വാതിലടക്കും ബിസ്മി ചൊല്ലി അടക്കുക. കാരണം ബിസ്മി ചൊല്ലി അടച്ച വാതിൽ പിശാച് തുറക്കുകയില്ല. അത് ബിസ്മിയുടെ പവറാണ്, ബിസ്മിയുടെ ബറക്കത്താണ്. രാവിലെ എണീക്കുമ്പോൾ പോലും അള്ളാഹുവിലേക്ക് അഭയം തേടിക്കൊണ്ടാണ് എണീക്കുന്നത്. അപ്പോൾ ഏതു രംഗത്തും പടച്ച റബ്ബിലേക്ക് ചേർന്ന് നിന്ന് റബ്ബിലേക്ക് എല്ലാം തവക്കുലാക്കി കൽബ് അവനുമായി തഅല്ലുഖായി അവൻ എനിക്ക് കാവലേൽപ്പിച്ചാൽ പിന്നെ എന്നെ പരാജയപ്പെടുത്താൻ ആരുമില്ല. റബ്ബ് സഹായിച്ചാൽ ആരാ പിന്നെ നമ്മളെ പ്രയാസപ്പെടുത്താൻ ഉണ്ടാവുക? റബ്ബ് സഹായിച്ചില്ലെങ്കിൽ ആര് സഹായിച്ചാലും പ്രയോജനമില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത. ഇത് ബോധ്യപ്പെട്ടാൽ ഉണ്ടാകുന്ന നിർഭയത്വം അത് മറ്റെവിടെയുമില്ല. ഇപ്പോൾ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ജിന്നുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ സൽസബീൽ പ്രസിദ്ധീകരിക്കുകയും അത് പിന്നീട് മുഖ്യശത്രു എന്ന പേര് പുസ്തകമാക്കി ഇറക്കുകയും 1992 മുജാഹിദ് സമ്മേളനത്തിൽ, പാലക്കാട് സമ്മേളനത്തിൽ അത് ഔദ്യോഗികമായി വ്യാപകമായി അന്ന് വിതരണം ചെയ്യുകയും ചെയ്തു. ആ ലേഖനം വന്നപ്പോൾ ഉന്നയിക്കപ്പെട്ട വിമർശനമായിരുന്നു, ഇതിലൂടെ നിർഭയത്വം നഷ്ടപ്പെടുത്തുകയല്ലേ? അന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞു, അല്ല, നിർഭയത്വം കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് ഷർറിനെയും പിശാചിലേക്ക് കണക്കാക്കി ശൈത്താൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് കാണുകയും എന്നിട്ട് പിന്നെ ആ ശൈത്താൻ രക്ഷപ്പെടാൻ വേണ്ടി ശൈത്താൻ്റെ തന്നെ കേന്ദ്രങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ജ്യോത്സ്യന്മാരും ഈ സിദ്ധന്മാരും ഒക്കെ. അതൊക്കെ പിശാചിൻ്റെ കേന്ദ്രങ്ങളാണ്. അത്തരം കേന്ദ്രങ്ങളിലേക്ക് ചെന്ന് പൈശാചികമായ ചില രക്ഷാമാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിഫ് വായിച്ചാലും ഇതിൻ്റെ ഭാഗം. അതിന് തന്നെ ബാക്കി ഭാഗം എന്താണ്? ഈ ജനത ഇങ്ങനത്തെ അവസ്ഥയ്ക്ക് എത്തിയിരുന്നു, എല്ലാ സ്ഥലത്തും ജിന്നിനെ കാണുന്നു, എവിടെയും ജിന്നാണ് എന്ന അവസ്ഥയ്ക്ക് എത്തുന്നു. എന്നിട്ട് അതിൻ്റെ ബാക്കി കാണാം. അവസാനം ഇവർക്കൊക്കെ എന്തായിരുന്നു രോഗം? ജിന്ന് ബാധ. അതുപോലുള്ളതും രാത്രി പുറത്തിറങ്ങിയാൽ വഴിയും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു. അപ്രകാരം പിശാച് അവരെ കീഴടക്കിയിരുന്നു. എന്നിട്ട് കാണാം അജ്ഞാതരായ ജനത, അവർക്ക് തൗഹീദ് അറിയില്ലായിരുന്നു. അദ്ദേഹം അഥവാ അൽ ഖർആവി വന്നു, അവൾ തൗഹീദ് പ്രചരിപ്പിച്ചു. മന്ത്രവും മറ്റെന്തെങ്കിലുമോ ആയിരുന്നില്ല. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. തൗഹീദും വിജ്ഞാനവും പ്രചരിച്ചപ്പോൾ അതെല്ലാം അവസാനിച്ചു. അപ്പോൾ തൗഹീദും ശരിയായ അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നമില്ല. ഈ തൗഹീദ് കിട്ടിയ ജിന്നില്ലാതാവോ? ജിന്നുണ്ടാവുമല്ലോ. തൗഹീദ് കിട്ടിയ ജിന്ന് അവിടെ ഉണ്ട്, അതേപോലെ ജിന്നു ബാധ അവിടെ ഉണ്ട്. പക്ഷെ തൗഹീദ് കയറിയപ്പോൾ
നിർഭയമായി ഇനി ഒരാളെയും പേടിക്കാനില്ല, ഒരു ജിന്നിനും പേടിക്കാനില്ല, ഒരു ശൈത്താനും പേടിക്കാനില്ല, ഒരു മന്ത്രവാദിയും ആവശ്യമില്ല, ഒരു സിദ്ധനും ആവശ്യമില്ല. ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. അതിലൂടെ ലഭിക്കുന്ന നിർഭയത്വം പ്രമാണം നിശ്ചയിച്ച ഒരിക്കലും കിട്ടുകയില്ല. ഇവർ പ്രചരിപ്പിക്കുന്ന ആശയമാണ് ശരിയെങ്കിൽ പ്രമാണത്തിൽ വന്നൊരു കാര്യം അംഗീകരിച്ചാൽ നിർഭയത്വം നഷ്ടപ്പെടും എന്നാണ് വരിക. ഖുർആൻ അല്ലാഹ് പറഞ്ഞ കാര്യം, ഒരുപാട് ഹദീസ് വന്ന കാര്യം, സ്വഹാബത്തുണ്ടായ സംഭവങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ. ഇതൊക്കെ അംഗീകരിച്ചാൽ നിർഭയത്വം പോവുകയാണ്. അപ്പോൾ തൗഹീദ് പഠിപ്പിക്കുക അല്ലാഹ് ഖുർആൻ, ആ ഖുർആൻ ചില ആയത്തൊക്കെ അംഗീകരിച്ചാൽ ഈ നിർഭയത്വം നഷ്ടപ്പെടും എന്നാണ് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞു വരുന്നത് എന്നല്ലേ സംഭവിക്കുക. ആയത്തും ഹദീസും ഒക്കെ കുറേ ഹദീസ് മാറ്റിയാൽ നിർഭയത്വം ഉണ്ടാവും, കുറേ ആയത്ത് മാറ്റിയാൽ നിർഭയത്വം ഉണ്ടാവും. എന്തൊരു ഇവരൊക്കെ ഇടാ പറയണേ. നബിസ്വല്ലാസ്ലമോട് അള്ളാഹു പറഞ്ഞത് സൂറത്ത് ത്വാഹയുടെ ആദ്യവത്തിന് നമുക്ക് താങ്കളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല ഈ ഖുർആൻ അവതരിപ്പിച്ചത്. പ്രമാണങ്ങൾ, അപ്പോൾ പ്രമാണങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിർഭയത്വവും എളുപ്പവും ഒക്കെ നമുക്ക് ലഭിക്കുക. പ്രമാണം നിഷേധിക്കുന്നതിലൂടെ നമ്മൾ കൂടുതൽ പ്രയാസങ്ങളിലേക്കും ഭയപ്പാടിന് മേൽ ഭയപ്പാടിലേക്കും എത്തിച്ചേരുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അബൂബക്കർ സലഫി, ഇതിപ്പോൾ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ നമ്മൾ രണ്ട് ഏരിയകൾ ചർച്ച ചെയ്തതിൽ വളരെ വ്യക്തമാണ് കാര്യം. ജിന്നുബാധ ഉണ്ട് എന്നും അതിൽ നിന്നുള്ള പരിഹാരങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന രൂപത്തിൽ നമ്മളത് മനസ്സിലാക്കുന്നു. എന്നിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ KJV ഇറക്കിയ ഈ പുസ്തകം തന്നെ ഇത് എത്രയോ വർഷമായല്ലോ ഇവിടെ. ഇപ്പം ഇങ്ങനെ വിവാദവും ചർച്ചയും ഒക്കെ ഉണ്ടായൊരു വിഷയം ഒരു ഖത്തീബ് നല്ല ബസീറത്തോടു കൂടി ബോധ്യത്തോടു കൂടി മെമ്പറിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ കയറിക്കൂടുന്നു എന്ന് പറയുമ്പോൾ അത് ഗൗരവത്തിൽ നമ്മൾ വിലയിരുത്തേണ്ട ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത്? ഈ നിഷേധം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പോൾ പിശാചിബാധ ഇപ്പോൾ ഒക്കെ സംഭവിച്ചു എന്ന് കിട്ടി. അതെ, ഏത് KJVൻ്റെ പേരിലാണ് അവർ പഠിപ്പിച്ചു, പിശാചിബാധ ഉണ്ട്. പിന്നെ KJVൻ്റെ പേരിൽ ഇറക്കിയ പുസ്തകത്തിലുള്ള ചിലത് ഇപ്പോൾ നമ്മൾ കേൾപ്പിച്ചല്ലോ. അതിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? പിശാചിബാധ ഉണ്ട്. അതിന് ഞാൻ എന്താ പ്രശ്നം ഇപ്പോൾ നമുക്കിടയിൽ? എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവരിപ്പോൾ ഇതൊക്കെ സമ്മതിക്കുന്നത് വേറൊരു ലക്ഷ്യത്തിനും കൂടിയാണ്. ഇതിപ്പോൾ പുസ്തകം ജിന്ന് പിശാച് റുഖിയ ശറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്നാണ് പറയുന്നത്. ഇതിൽ റുഖിയ ശറയ്യ എന്ന് പേരിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന റുഖിയ ഇതിൽ പറയുന്നില്ല. ശരിക്ക് അതാണല്ലോ ഇതിലിപ്പോൾ കാര്യമായിട്ട് ഏതായാലും 3-1 തൗഹീദിൻ്റെ ആയത്തുകൾ കൊടുക്കുകയാണ് തുടക്കത്തിലേ. ഇത് മദ്രസ പഠിക്കുന്ന കുട്ടിയും കൂടി അറിയുന്ന ചില വിഷയങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് കുറേ പേജുകൾ അതിന്. എന്നിട്ട് പിന്നെ വേറെ വിഷയം എന്താ വെച്ചാൽ പിന്നെ പിശാച് നമ്മുടെ ശത്രു, റുഖിയ ശറിയ ഇതാണ് വേണ്ടത്, അതൊന്നുമില്ല. പിന്നെ പിശാചിൻ്റെ കുതന്ത്രങ്ങൾ, പിശാചിൽ നിന്ന് സംരക്ഷണം. പിന്നെ 6-ാമത്തെ അധ്യായം റുഖിയ ശറിയ ചില അബദ്ധധാരണകൾ എന്നാണ്. അതാണ് ഇപ്പോൾ വിഷയത്തിൽ ബന്ധപ്പെട്ട് അതാണ് ഈ ചില അബദ്ധധാരണകളെ പറയണേ. സുബന്ധം പറയണ്ടേ, അബദ്ധധാരണകൾ. എന്താണ് റുഖിയ ശറിയ എന്ന് പറയാതെ അബദ്ധധാരണകളെ പറയണേ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ റുഖിയ ശറിയ നിഷേധിക്കണം. അപ്പോൾ ഇവിടെ ഷെയ്ഖ് റബീൻ്റെ വാചകമാണ് ഇപ്പോൾ നമ്മുടെ നേരത്തെ കേൾപ്പിച്ചത്. മരത്തിലും ജിന്ന്, വിരിപ്പിലും ജിന്ന്, എല്ലായിടത്തും ജിന്ന്. ഇതൊക്കെ ഇവർ സമ്മതിക്കണം. ഇപ്പം എന്തിനാ അറിയുമോ? അവസാനം ഷെയ്ഖ് റബീൻ്റെ വാചകത്തിൽ നിന്ന് അവർക്ക് അനുകൂലം എന്തോന്ന് കിട്ടുമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഫൈസൽ മൗലവി വായിച്ചിട്ടുണ്ടല്ലോ, ആ മന്ത്രം പഠിപ്പിക്കുകയല്ല ചെയ്ത് മറ്റല്ല ചെയ്ത്. അപ്പോൾ റബീ മന്ത്രത്തിനെതിരാണ് എന്ന് ഓല ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് തൽക്കാലം അവർ മനസ്സിലാക്കി, ഞാൻ അപ്പുറം പിന്നെ നോക്കാതെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഷെയ്ഖ് റബീ എഴുതി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അസ്ഇലത്തുൻ മുഹിമ്മ ഹൗല റുഖിയത്തി വർ റുഖ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. ശരിക്കും ആ ബുക്ക് പോലെ കിട്ടിയതുകൊണ്ടാണ് ശരിക്കും ബുക്ക് ഇറക്കിയതെന്ന് തന്നെ തോന്നുന്നുണ്ട്. കാരണം അതാണ് ഇതിലെ പ്രധാന ജീവൻ ഈ ബുക്കിൻ്റെ. എന്നാൽ ഇതിൽ തന്നെ അവർക്ക് യാതൊരു തെളിവില്ല. അപ്പോൾ ഏതായാലും ശരി, നമ്മുടെ ഒരു മൗലവി ഈ വിഷയത്തെപ്പറ്റി, ബുക്കുമായി ബന്ധപ്പെട്ട വിഷയത്തെപ്പറ്റി പറയുന്ന ഒരു ക്ലിപ്പൊന്ന് കേട്ടിട്ട് നമുക്ക് പറയാം. ഈ ശിർക്കൻ വാദവും കുഫ്രൻ വാദവും ഒക്കെ അതെ നെയ്പുരട്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല. ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ-മദ്ഖലി അദ്ദേഹത്തിന്റെ അസ്ഇലത്തുൽ മുഹിമ്മ ഹൗല റുഖിയ്യത്തി വർ-റുഖാത്ത് എന്ന കിതാബിൽ ഇത് കേരളത്തിൽ മാത്രമല്ല മദീന മുനവ്വറയിൽ, മദീന മസ്ജിദിൽ, മദീനത്തെ പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ അവിടെ ഇരുന്നു കൊണ്ട് ദർസ് നടത്തിയിരുന്ന സലഫിയായ, അതും വെറും സലഫിയല്ല, സലഫിയൻ ജിദ്ദൻ പക്കാ സലഫിയായ, ഖുബൂരികൾക്ക് ഖണ്ഡനം പറഞ്ഞ, സൂഫികൾക്ക് ഖണ്ഡനം പറഞ്ഞ, തന്റെ കൂട്ടുകാരനായ, തന്റെ കൂടെ മദീനയിൽ പഠിച്ച ആ സലഫിയായ
സലഫിയായ മനുഷ്യൻ പോലും അദ്ദേഹം അഥവാ റബീഅ ഇബ്നു ഹാദി അൽ മദ്ഖലി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ശിർക്കിലേക്കും കുഫറിലേക്കും ഈ ജിന്നുവാദവുമായി പോയി വീണത് അദ്ദേഹത്തിന്റെ അസ്ഇലത്തും മുഹിമ്മ ഹൗല റുഖയ്യത്തി വറുഖാത്ത് എന്ന കിതാബിൽ 2012 കാലഘട്ടത്തിൽ തന്നെ എഴുതി വെച്ചത് കാണാൻ കഴിയും. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും തൗഹീദ് പറഞ്ഞ സമസ്തക്കാർക്കെതിരെ സംസാരിച്ച, സൂഫികൾക്കെതിരെ സംസാരിച്ച ആളുകളാണ് പിന്നെ വിസ്റ്റം വാദം പേറിയിട്ട് ഈ രൂപത്തിൽ തെറ്റിപ്പോയതെങ്കിൽ ഇത് കേരളത്തിൽ മാത്രമല്ല, ശൈഖ് റബീഅ ഇബ്നു ഹാദി അൽ മദ്ഖലിയുടെ കൂടെ പഠിച്ച മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ദർസ് എടുത്തുകൊണ്ടിരുന്ന പക്കാ സലഫിയായ പണ്ഡിതനും ഇതുപോലെ ഈ ജിന്നുവാദം തലയിലേറ്റി കുഫറിലേക്ക് വീണുപോയത് അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ എതിർക്കാണ് അപ്പോൾ ഇദ്ദേഹം പറയണേ. ഏത് ഷെയ്ഖ് റബീൻ്റെ വാചകം തന്നെ ഉദ്ധരിക്കണേ, നമ്മളെന്തോ തിന്മ ചെയ്ത് ഇതിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല, നമ്മൾ ഇതന്നെ പറയണേ, ഇതിൽ അതിര് കവിഞ്ഞ് പോകാൻ പാടില്ല. അതുള്ള ഷെയ്ഖ് പിന്നെയും പറയുന്നത് ആ ആൾ റുഖിയ നടത്തിയിട്ട് അയാൾക്ക് 14,000 റിയാലോ ഭയങ്കര പൈസയോ കിട്ടി. അപ്പോഴും ഷെയ്ഖ് അയാളെ ഉപദേശിക്കുന്നുണ്ട്, ഇതിൻ്റെ പോക്ക് അപകടമാണ്, പ്രശ്നമാണ്, ഇതിങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല, ഇത് അപകടത്തിൽപ്പെടും ഒക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴൊന്നും അയാൾ കേട്ടില്ല. അയാൾ സലഫിയായിരുന്നു, അയാൾ കേട്ടില്ല. നമ്മളൊക്കെ ഇത് പറയുന്നത് തന്നെയാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായി. ഷെയ്ഖ് റബീ പറയാം, പിന്നെ ഈ വിഷയത്തിൽ മത്സരം വന്നു, ഇത് പൈസ കിട്ടുന്ന കാര്യമില്ല, ഇത് ബിസിനസ്സാക്കി. വേറെ പലരും തുടങ്ങിയപ്പം ഇയാൾക്ക് ബിസിനസ് കുറച്ച് കുറഞ്ഞു, പൈസ കുറഞ്ഞു, കേസ് കുറഞ്ഞു, പൈസ കിട്ടലും കുറഞ്ഞു. അപ്പോൾ അയാൾ നേരെ തിരിച്ച് പൈസ കുറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പിശാച് മനുഷ്യൻ്റെ ശരീരത്തിൽ കയറൂല എന്ന് പറഞ്ഞു. ഇനി കയറൂല എന്നാക്കി ആ കഥ പറയുന്നുണ്ട്. ഇനി കയറൂല എന്ന് പറഞ്ഞിട്ട് ഉപരി നേരെ തിരിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ അയാൾ ബിസിനസ് മുടങ്ങിയപ്പോൾ അതുകൊണ്ട് പൈസ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതുപോലെ ചിലരുണ്ടാവും, മന്ത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. എടാ അത് ഓടി കളിക്കാനുള്ളതാണ് കണ്ട, എന്നാൽ ഇനി റുഖിയ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നിട്ട് അങ്ങനെയൊക്കെ ചില ആൾക്കാർ ഓടിയൊക്കെ ഉണ്ടാവും. പിന്നെ നിഷേധം ജീവിക്കാൻ പറ്റും. അതെ, അതിനൊക്കെ ആയുസ് ഒന്ന് മൈലേജ് വരുമാനമാക്കി പറ്റുമല്ലോ. അപ്പോൾ എന്താ ഷെയ്ഖ് റബീ പറഞ്ഞ വിഷയം, ഇതിപ്പോൾ നമ്മൾ ഈ പിന്നെ റുഖിയ ശറയ എന്ന ബുക്കിൽ കൊടുത്ത വിഷയമാണല്ലോ. ഇപ്പം പറഞ്ഞു വാസ്തവത്തിൽ ഇതൊക്കെ അവർ പറയുന്നത് റുഖിയ ശറയ ഇല്ല, അത് നബി പഠിപ്പിച്ച റുഖിയ ശറയ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് ഇറക്കി. ആ ബുക്ക് എടുത്താൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. മാത്രമല്ല ഇവിടെ ഇപ്പോൾ തുടക്കത്തിൽ ഫൈസൽ മൗലവി ഇവിടെ തൗഹീദിൻ്റെ വ്യതിയാനം പറഞ്ഞില്ലേ, തൗഹീദ് അട്ടിമറിച്ചു, തൗഹീദ് പൊളിഞ്ഞു, വലിയ അപകടത്തിൽ പെട്ട്. അതിന് പുറമേതാ ഹദീസും അവർ തള്ളുകയാണ്, ഹദീസും അവർ തള്ളുകയാണ്. അത് ശരിക്കും ഈ ബുക്ക് എടുത്താൽ ശരിക്കും കാണും. ഇതിലുള്ള മാത്രം നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ റുഖിയ ശറയ്യ വെറും രോഗശമന പ്രാർത്ഥന മാത്രമാണ് എന്നതീ പറയണേ. റുഖിയ ശറയ്യ രോഗശമന പ്രാർത്ഥന മാത്രമാണ്. അപ്പോൾ ജിന്ന് കയറുന്നൊക്കെ സമ്മതിച്ചു. റുഖിയ ശറയ്യ എന്നൊരു പ്രാർത്ഥന മാത്രമായി ചുരുക്കി. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നബി പഠിപ്പിച്ച രൂപത്തിൽ പറയാനൊക്കെ ചിലത് പറഞ്ഞ് ഒപ്പിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ നബി പഠിപ്പിച്ച രൂപയോട് പറയണമില്ല, എന്താണ് റുഖിയ എന്ന് പറയണില്ല. അപ്പോൾ ഇങ്ങനെ അത് വന്നപ്പോൾ നമ്മുടെ ആൾക്കാർ കുറേ ദായിമാരും പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തു, ഇത് ജമിയത്തുൽ ഉലമൻ്റെ പേരിൽ ഇങ്ങനെ വന്ന പ്രശ്നമാണ്, ഇതിൽ അബദ്ധം വരാൻ പാടില്ലല്ലോ, ഇതിൽ ഹദീസ് നിഷേധം വരാൻ പാടില്ല. അപ്പോൾ അവർ കുറേ ആൾക്കാർ എന്ത് ചെയ്തു, ഇതിൽ തെറ്റുണ്ട്, ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ എന്താ പോലും തെറ്റ് നിങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പോൾ നമ്മൾ തെറ്റൊക്കെ പറഞ്ഞു കൊടുത്തു. അതിൽ റുഖിയ ശറയ നിഷേധിക്കുകയാണ് ചെയ്യണത്. അതിലുള്ള റുഖിയ ശറയ എന്ന് പറഞ്ഞാൽ വേറൊരുത്തനും മന്ത്രിച്ച, സ്വയം മന്ത്രമല്ല, ഇങ്ങനെ അസുഖമുള്ള ആൾക്കാർക്ക് മന്ത്രിച്ച് കൊടുക്കുന്നതും അതുണ്ട്. അത് മന്ത്രിച്ച് കൊടുക്കൽ ഇസ്ലാമിലുള്ള വിഷയമാണ്. അതിനർത്ഥം ഒരാളെ അതിന് ഇതേമാതിരി റാക്കിയായിരിക്കുക നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഒന്നല്ല. ആ അതിര് കവിന്നൊക്കെ നമ്മൾ മുഴുവൻ നമ്മൾ തള്ളുന്നുണ്ട്. അതേസമയം ഇസ്ലാമിലുള്ളത് നമ്മൾ അംഗീകരിക്കുമ്പോഴല്ലോ. എന്നാൽ അതൊക്കെ ഇതിനില്ല നിഷേധിച്ചുകൊണ്ടാണ് നിങ്ങൾ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തിരുത്തണം. കാരണം ജമിയത്തുൽ ഉലമൻ്റെ പേരിൽ ഇങ്ങനെ ബുക്ക് വരിക എന്ന് പറഞ്ഞാൽ മോശമാണ്. വ്യക്തികൾ പറയും പോലെയല്ല, ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നിലപാടായിട്ട് പോകല്ലേ. അതുകൊണ്ട് തിരുത്തണം. അതുകൊണ്ട് ഇതിലുള്ളത് വേറൊരുത്തൻ അങ്ങനെ റുഖിയ ചെയ്ത് കൊടുക്കാൻ തെളിവില്ല, അങ്ങനെ സ്വയം ചെയ്യുക, പ്രാർത്ഥിക്കുക, അത് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറേ തെളിവുകൾക്ക് കൊടുത്ത് ഇങ്ങനെ കുറേ തെളിവുണ്ട്. അതുകൊണ്ട് ജമിയത്തുൽ ഉലമ തിരുത്തണം, ബുക്ക് തിരുത്തണം. എന്നിട്ട് ചില ഉദാഹരണം ഞാൻ ഇവിടെ പറയാം. ഇതിൽ പിന്നെ ഷിഫ ബിൻത്ത് അബ്ദില്ല അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് വന്നു, വാന ഇന്ദ ഹഫ്സ, അപ്പോൾ ഞാൻ ഹഫ്സ ബീവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നബി തിരുമേനി ഷിഫ ബിൻത്ത് അബ്ദില്ലയോട് പറഞ്ഞു, അലാ തുഅല്ലിമീന ഹാദിഹി റുഖിയത്തൻ നംല, നീ ഹഫ്സ ബീവിക്ക് ഈ നംല എന്ന അസുഖത്തിനുള്ള റുഖിയ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുമോ? റുഖിയ പഠിപ്പിച്ചു കൊടുക്കാൻ പറയണം. അപ്പോൾ കമ അല്ലം തിയൽ കിതാബ, അവർക്ക് നീ എഴുത്ത് പഠിപ്പിച്ചതുപോലെ എന്ത് ചെയ്യണം, ഈ റുഖിയക്കുള്ള മന്ത്രം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുമോ? അപ്പോൾ എന്തിനാണ് പഠിപ്പിച്ചു കൊടുക്കണത്? അത് വേറെ ആൾക്കാർക്ക് റുഖിയ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അത് പഠിപ്പിക്കുന്നത്. ഇതുപോലെ ഈ ഹദീസിനെ പറ്റി ഷെയ്ഖ് അൽബാനി പറയുന്നുണ്ട്.
ഈ ഹദീസ് വഫിൽ ഹദീസ് ഫവായിദ് കസീറ എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് മഷ്റൂഇയ്യത്തു തർക്കിയത്തിൽ മറിയിൽ വൈരിഹി, ഒരു മനുഷ്യന് മറ്റൊരുത്തന് മന്ത്രിച്ച് കൊടുക്കാം, അത് ശറയിലുള്ളതാണ്. ബിമാല ഷിർക്കഫി, ഷിർക്കില്ലാത്ത മന്ത്രം വെച്ചിട്ട് മന്ത്രിച്ച് കൊടുക്കാം എന്ന് ഈ ഹദീസിലുണ്ട്. അത് വേറൊരുത്തന് മന്ത്രിക്കാം. അപ്പോൾ ഇതിപ്പോൾ റുഖിയ ഷറിയ എന്നൊക്കെ എഴുതുമ്പോൾ ഇസ്ലാമിലുള്ള റുഖിയ ഷറിയ ഇതിൽ എഴുതണമല്ലോ, അങ്ങനത്തെ ഒരു വിഷയം ഇതിൽ വന്നിട്ടില്ല. പിന്നെ റുഖിയ, ഒരാൾക്ക് അസുഖം ഉണ്ടായപ്പോൾ ഞങ്ങൾ മന്ത്രിക്കട്ടെ എന്നൊരു സഹാബി ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, മനിസ്തത്താൻ അൻഫാ ഹാഫ് അൻഫാഹു, നിങ്ങൾക്ക് ഒരാൾക്കൊരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞാൽ ചെയ്യണം, മന്ത്രിച്ച് കൊടുക്കണം എന്നാണ്. വെറുതെ മന്ത്രിച്ച് കൊടുക്കണം. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. പിന്നെ ആയിഷ ബി പറയുന്ന സഹീബിന് ഇബ്ബാലുള്ള ഒരു ഹദീസ് ആണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലയ്യ, നബി തിരുമേനി ആയിഷ ബീൻ്റെ അടുത്ത് പ്രവേശിച്ചു. അപ്പോൾ വംറഅത്തുൻ തുആലിജുഹ ഔ തർക്കിയ, അപ്പോൾ ഒരു സ്ത്രീ ആയിഷ ബീവിക്ക് ഇങ്ങനെ മന്ത്രിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നബി തിരുമേനി പറയാണ്, ഈ റുഖിയ തെറ്റാണേ പാടില്ല എന്നല്ല പറയേണ്ടത്. നബി പറഞ്ഞു ആലി ജിഹാബി കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബ് വെച്ചിട്ട് അവരെ നീ മന്ത്രിക്കുക, ചികിത്സിക്കുക എന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞു, വഫിൽ ഹദീസ് മഷ്റൂയത്തു തർക്കിയ ബി കിതാബിൽ. ഇതൊക്കെ നമ്മൾ അന്ന് ചില ദായിമാരും പണ്ഡിതന്മാർ ജമ്യത്തിന് കൊടുത്ത കുറച്ച് തെളിവാണ്. കുറേ തെളിവിൽ ചിലതിങ്ങനെ കൊടുത്തതിലിങ്ങനെ തെറ്റുണ്ട്, ഇത് റുഖിയ ഷറ പറഞ്ഞിട്ടില്ല, റുഖിയ ഷറിയ ചില അബദ്ധ ധാരങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് റുഖിയ ഷറിയ എന്ന് എന്തായാലും വിശദീകരിക്കണം, എന്നിട്ടല്ലേ ഇതിൽ അബദ്ധം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹദീസിനെ പറ്റി ഷെയ്ഖ് അൽബാനി പറഞ്ഞു, ഇതിലും മഷ്റൂയത്തു തർക്കിയ ബി കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബ് കൊണ്ട് തർക്കിയത്ത് നടത്തൽ ഷറയിലുള്ളതാണ് എന്ന് ഇതിൽ നിന്നും കിട്ടും. പിന്നെ ഒരു തെളിവ് കുറേ ഉണ്ട് കേട്ടോ, ഞാൻ ചിലത് മാത്രം ഒന്നുകൂടി പറയാം. ഒന്ന് ഖാരിജത്ത് ബിൻ സ്വൽത്ത് തമീമി എന്ന സഹാബി പറയണം, ഞങ്ങളൊക്കെ നബിൻ്റെ അടുത്തുനിന്ന് വന്നു. അങ്ങനെ ഞങ്ങൾ അറബി ഗോത്രത്തിൽപ്പെട്ട ഒരു ഗോത്രത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇന്ന ഉംബീന അന്നക്കും കത് ജിത്തുമിൻ ഇന്ത്യ യാദർ റച്ചു, നിങ്ങൾ ഈ മനുഷ്യൻ്റെ അടുത്തുനിന്ന് വരിക വിവരം കിട്ടി. അത് നിങ്ങൾ നബിൻ്റെ അടുത്തുനിന്ന് വരികയാണ്, ഞങ്ങൾക്ക് വിവരം കിട്ടി, നിങ്ങളടുത്ത് വല്ല ഖൈറും ഉണ്ടാവും. അപ്പോൾ നിങ്ങളടുത്ത് വല്ല മന്ത്രമോ വല്ല മരുന്നോ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെങ്ങലക്കിട്ട ഭ്രാന്തനുണ്ടെന്ന്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെങ്ങലക്കിട്ടൊരു ഭ്രാന്തനുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെ, പിന്നെ ആയിക്കോട്ടെ. അങ്ങനെ അവർ ആ ചെങ്ങലക്കിട്ട ഭ്രാന്തനെ കൊണ്ടുവന്നു. ഇദ്ദേഹം ഫാത്തിഹ സൂറത്ത് 3 ദിവസം ഓതി, രാവിലെയും വൈകുന്നേരവും. അങ്ങനെ അദ്ദേഹത്തിന് അസുഖം മാറി. അപ്പോൾ ഇതൊക്കെ സഹിയായ ഹദീസുകളാണ്. ഇത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒറ്റ ഹദീസ് കൂടി ഞാൻ കേൾപ്പിക്കട്ടെ. അന്ന് ദായിമാരും അന്നത്തെ പണ്ഡിതന്മാരും ഒക്കെ നല്ല സതുദ്ദേശത്തോടു കൂടി നിങ്ങളിതിൽ റുഖിയ ഷറയ നിഷേധിക്കുന്നുണ്ട്, അത് ശരിയല്ല. റുഖിയ ഷറയെ വേറൊരുത്തർ റുഖിയ ചെയ്ത് കൊടുക്കുന്നത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് കുറേ തെളിവുണ്ട്, അതൊക്കെ ഇതിൽ തള്ളുക ചെയ്ത് അതൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തതാണ്. ആ കൂട്ടത്തിലൊന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്, അതും സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്. അദ്ദേഹം പറയാണ്, ലഖദ് റഅയ്തുനി വഅന വൈനിൽ ആഖിറു ഫീമാ ബൈന മിമ്പർ റസൂലില്ല ഇലാ ഹുജറത്തി ആയിഷ. അദ്ദേഹം പഴയ കാലത്തെ കഷ്ടപ്പാട് പറയും, പിൽക്കാലത്ത് സുഖം വന്നു. എന്നാൽ പണ്ട് ഞാൻ വിശന്ന് വലഞ്ഞിട്ട് നബിൻ്റെ മിമ്പറിൻ്റെയും അതുപോലെ ആയിഷബിയുടെ ആ മുറിൻ്റെ ഇടയിലൊക്കെ വീണ് കിടക്കും. അപ്പോൾ ചിലർ നടന്നു പോകുമ്പോൾ എനിക്കെന്തോ ഭ്രാന്താന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അവരുടെ കാല് എൻ്റെ ഈ കഴുത്തിൽ വെക്കും. വയറ അന്നി മജു, അവൻ വിചാരിക്കണം ഞാൻ ഭ്രാന്തനാണ്. എന്നാൽ വമാ ബി മിൻ ജുനൂൻ, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അപ്പോൾ ഇതെന്തിനാ കഴുത്തിൽ ഇങ്ങനെ കാല് വെക്കണത്? അതിന് പണ്ഡിതന്മാരെന്താ വിശദീകരിക്കണം നോക്കണമല്ലോ. അപ്പോൾ ഇമാം ദഹബി പറഞ്ഞത്, കാന യളുന്നൂമൻ യറാവ് മസ്റൂൻ, അദ്ദേഹത്തിന് പിന്നെ കാണുന്ന ആൾക്കാർ അദ്ദേഹത്തിന് എന്തോ ബാധ ഏറ്റിട്ടുണ്ട് വിചാരിക്കും. ഫെജലിസ് ഫൗക, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ ഇരിക്കും, ലിയർക്കിയവും അദ്ദേഹത്തിന് റുക്കിയ ചെയ്യാൻ. ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. അപ്പോൾ ഇത് വേറൊരുത്തർ റുക്കിയ ചെയ്യുന്നുണ്ടല്ലോ, അത് പണ്ഡിതന്മാർ ഹദീസ് ഉദ്ധരിച്ചു, അതിൻ്റെ പണ്ഡിതന്മാരും പറഞ്ഞു. അതിന് പുറമെ വേറെ ചില ഷെയ്ഖന്മാരെയും ഈ വിശദീകരണം ഇങ്ങനെ തന്നെ പറഞ്ഞൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ ഇവര് ചങ്കിൽ ചവിട്ടുകാരനെ കളിയാക്കാൻ തുടങ്ങി. ചങ്കിൽ ചവിട്ടുകാരൻ പരിയാസം, അത് കാര്യപ്പെട്ടവരൊക്കെ പരിചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പുകളൊക്കെ നമുക്ക് പിന്നെ വേണമെങ്കിലൊക്കെ പറയാമല്ലോ. അപ്പോൾ ഈ ഹദീസിനെ പരിചയിച്ചാൽ എന്താ, ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അതിലിപ്പോൾ സഹാബികൾ അത് ചെയ്യണം എന്താ, അതെല്ലാവരും പറഞ്ഞപ്പോൾ സഹാബികൾക്ക് ഈ വിഷയത്തെപ്പറ്റി ധാരണ ഉണ്ടായിരുന്നു. പിശാചബാധ ഉണ്ട്, ഉണ്ടെങ്കിൽ റുഖിയ നടത്തലുണ്ട്. അപ്പോൾ സഹാബികളെ കളിയാക്കി എന്താ, മുമ്പ് സഹാബികളെ കളിയിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഖുൽ അബില്ല വ ആയാത്തിഹി വ റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഫഖദ് കഫർത്തും ബഅദ ഈമാനിക്കും എന്ന് പറഞ്ഞ് അത് സഹാബിയുടെ പ്രവർത്തനം കളിയാക്കിയാണ്. സഹാബികൾ പ്രവർത്തി നബി പഠിപ്പിച്ചിട്ട് പറഞ്ഞതനുസരിച്ച് അവർ ചെയ്യുള്ളൂ. ഇത് നബി പഠിപ്പിച്ചതുകൊണ്ടാണ് അവർ ചെയ്യണത്. അപ്പോൾ ഇവരോട് ചോദിച്ചതിൻ്റെ വിധി എന്താ, ഇപ്പോൾ ഹദീസ് നിഷേധമില്ലല്ലോ. അപ്പോൾ തൗഹീദ് തകർന്ന് നമ്മൾ പറഞ്ഞു, ഇത് ഹദീസിൻ്റെ വിഷയം. ഒരു ഹദീസ് നിശ്ചയിച്ചാൽ എന്താ അതിൻ്റെ വിധി? ഇത് എത്ര ഹദീസുകളാണ് തള്ളുന്നത്? ഇതിനെ പരിഹരിച്ചാൽ എന്താ വിധി?
ഇത് റോട്ടിലിട്ട് പരസ്യമായിട്ട് ചങ്കിൽ ചവിട്ടി, കാരണം ജനങ്ങളെ എതിർക്കാൻ സാധ്യതയുള്ള വിഷയമൊക്കെ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യാണ്, ഇസ്ലാമിനോട് തകർക്കാൻ നോക്കുകയാണ്. ഇത് ഗുരുതരമായ പ്രശ്നമാണല്ലോ. അപ്പോൾ ഏതായാലും ശരി, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവർ നിശ്ചയിച്ച് തള്ളിയത്. ഞാൻ അതിലേക്ക് കയറുന്നില്ല. അങ്ങനെ പലതും പണ്ഡിതന്മാർ എഴുതി കൊടുത്തപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, പണ്ഡിതന്മാർ 10-38 ആൾക്കാരറ്റെ. അപ്പോൾ പെട്ടെന്ന് ഈ ബുക്ക് ഇറങ്ങണതിന് വലിയ തിരുത്തിക്കോട്ടെ വിചാരിച്ച് എഴുതി കൊടുക്കണം. ഇതിൽ കുറേ വിഷയമുണ്ട്. മാത്രമല്ല പണ്ഡിതന്മാരുടെ പേരിൽ ഇതിൽ കളവ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് റബിയും റുഖിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണപ്പോൾ ഈ വാചകത്തിൽ കൊടുത്തത്. ഇങ്ങനെയൊക്കെ ഷെയ്ഖ് ഖറായി വന്നിട്ടും മന്ത്രമല്ല പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഇവർ കയ്യിൽ എന്തോ കിട്ടുന്നുണ്ടാണ് പറയണം. എന്നാൽ ഈ അസ്ഇല മുഹിമ്മ എന്ന പുസ്തകം തുടക്കത്തിൽ ഷെയ്ഖ് പറയുന്നത് എന്തെന്നറിയോ, തുടക്കത്തിൽ റുഖിയ ഷറ ഉണ്ട് എന്നാണ് വിശദീകരിക്കണം. അതിന് തുടക്കത്തിൽ കുറേ വിഷയം പറയണേ. 1-2 വാചകം ഞാൻ പറഞ്ഞുതരാം. അതിലൊന്ന് പിന്നെ ഷെയ്ഖ് റബി വിശദീകരിക്കുന്നത് എന്താണെന്ന് പറയുക, അദ്ദേഹം പിന്നെ ഒന്ന് പറയാം, റുഖിയത്തും മഷ്റൂഅത്തും ബിൽ ഖുർആൻ. ഷെയ്ഖ് റബി തുടക്കത്തിൽ തന്നെ പറയാം, റുഖിയ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അൽ ഖുർആൻ ഷിഫ, ഖുർആൻ ഷിഫയാണ്. റഹ്മത്തുല്ലിൽ മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വലാ ദവ അൻജാമിന റുഖിയ ബിൽ ഖുർആനി വസുന്ന, ഖുർആൻ കൊണ്ടും സുന്നത്തും കൊണ്ടും ഉള്ള റുഖിയേക്കാൾ ഉപകാരപ്രദമായ ഒരു മരുന്നുമില്ല. ഇതൊക്കെ ഇദ്ദേഹം തുടക്കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഷെയ്ഖിൻ്റെ ഈ വാചകം പോയി ചട്ടിയില കൊടുത്ത് കാണുമ്പോൾ ഷെയ്ഖ് ഖറാവി ഒന്ന് മന്ത്രമല്ല പഠിപ്പിച്ചറിയുമ്പോൾ മന്ത്രമല്ല എന്ന് അതിന് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് പറയാം. പക്ഷേ ഇതേ ബുക്കിൽ ഷെയ്ഖ് തുടക്കത്തിൽ പറയുന്നത് വീണ്ടും പറയാം, അപ്പോൾ 5 ഇലാജില്ല സിഹിരി വല്ലൈനി വൽ ഹുമ, വിഷത്തിന്, കണ്ണേറിന്, അതുപോലെ സിഹിറിന് ഏറ്റവും നല്ല ചികിത്സ റുഖിയത്തു ഷറയ്യ ബിൽ ഖുർആനി വസുന്ന, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ആണ് ഏറ്റവും നല്ല ചികിത്സ എന്നൊക്കെ ഈ ബുക്കിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. വീണ്ടും ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരാൾക്ക് ശരിക്കും ഖുർആൻ ഓതൂലെങ്കിൽ അൽ യജൂസുലു അൻ ഇറക്കി, അയാൾക്ക് റുഖിയ നടത്താൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം അൽ യജൂസുലു അൻ ഇറക്കിയ ഇത് അൽത്തറ ഇലാദാലി, അങ്ങനെ അയാൾ നിർബന്ധിതനായ അതും ചെയ്യാം, ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാം, ചെയ്ത് കൊടുക്കാം എന്നിതിന് പറഞ്ഞു. അടുത്തൊരു ചോദ്യം, അൽ തജു റുഖിയത്തുൽ കാഫിർ, ഒരു കാഫിറായ ആൾക്ക് റുഖിയ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ഷെയ്ഖ് റബി പറയാണ്, ഇതൊക്കെ റബി പറയാം. അപ്പോൾ കാഫിറിനും പറ്റും. അപ്പോൾ കൂടുതൽ വിഷയം ഇതൊക്കെ അതിൽ വിഷയം ഈ ബുക്കിൽ തന്നെ. ഇപ്പോൾ ആ മൗലവി ഇവിടെ എന്താണ് അസ്ഇല മുഹിമ്മ എന്ന ബുക്ക് വായിച്ച് പറഞ്ഞല്ലോ, അതിൽ അദ്ദേഹം പിന്നെ ഇതല്ല പഠിപ്പിച്ചു, റുഖിയല്ല പഠിപ്പിച്ചത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അതേ ഇതിൽ ഈ ഷെയ്ഖ് ഇവിടെ വിശദീകരിക്കണ റുഖിയ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ അത് ശ്രദ്ധിക്കണം, ചില മാനദണ്ഡങ്ങളുണ്ട്. ഷെയ്ഖ് അൽബാൻ്റെ പേരിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയും റുഖിയ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇല്ലയെന്ന് വരുത്തി. ആലു ഷെയ്ഖിൻ്റെ പേരിൽ ഇതിൽ കളവ് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ എഴുതി കൊടുത്തു. അപ്പോൾ ഇവർ പറഞ്ഞെന്തോല്ലോ, നിങ്ങളുടെ ഒപ്പ് എന്ന് എഴുതിയിട്ടുള്ളൂ, ശരിക്കും ഒപ്പിട്ടിട്ടില്ല. അങ്ങനെയാണ് ഒരു ജമിയത്തുലുലമ ചെയ്യേണ്ടത്. അതിൽ തെറ്റുണ്ടെങ്കിൽ ഉടനെ തിരുത്തേണ്ട, എത്ര പേടിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ജമിയത്തിൻ്റെ പേരിലൊരു ബുക്ക് അറിയുമ്പോൾ അതിൽ തെറ്റ് വരാൻ പാടില്ല എന്നല്ല വിചാരിക്കേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ ഒപ്പ് എന്ന് എഴുതിയിട്ടുള്ളൂ, അതിൽ ഒപ്പിട്ട് വന്നില്ല. അപ്പോഴും നമ്മുടെ സാധുക്കൾ ഈ പറയുന്ന നേരെ എന്നേക്ക് വിചാരിച്ചിട്ട് കുറേ ഒപ്പ് ശേഖരിച്ച് കൊണ്ടുപോയി അത് കേൾക്കും. നമ്മൾ പൊട്ടമ്പഴി എടുത്തതല്ലാതെ ഒപ്പിട്ടിട്ടും യാതൊരു ഇന്ന് വരെ ഒരു തിരുത്തലും ഈ 38 പോത്തുകൾ. അതിലൊരുത്തം പറഞ്ഞതാണ് 38 ആൾക്കാർ ഇത് എഴുതി കൊടുത്തപ്പോൾ അതിന് പറഞ്ഞാണ് 38 പോത്തുകൾ എന്നാണ് അതിന് പ്രതികരിച്ചിട്ടുള്ളത്. അള്ളാഹു കാക്കട്ടെ. ചിലപ്പോൾ സലഫി പറഞ്ഞ ഷെയ്ഖ് റബീൻ്റെ ഫത്വ ഇന്നത്തെ ഒരു പ്രത്യേകമായ നമ്മുടെ നാട്ടിലെ ചില സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഒന്ന് വായിക്കണം നല്ല എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ 27-29 പേജുകളിൽ ഷെയ്ഖിനോടൊന്ന് പറയുകയാണ്, എൻ്റെ നാട്ടിൽ ഈ ഷിർക്കും ഖുറാഫത്തും വ്യാപകമാണ്, അത്തരം സിദ്ധന്മാർ മന്ത്രവാദികൾ ധാരാളമുണ്ട്, ആളുകളെല്ലാം അങ്ങോട്ടാണ് പോകുന്നത്, അവിടെ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ റുഖിയക്കൊന്ന് ഇതായി ഇരുന്നാലോ, സലഫിയാണല്ലോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഇദ്ദേഹം പറയും, വേണ്ട, ഉത്തർക്കും യദ്ഹബൂൻ വലായർജുൻ, ഒരു പോയിക്കോട്ടെ, ഇത് നോക്കണ്ട, അവരെ കാര്യം മിന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം വീണ്ടും പറയാം, യാ ഷെയ്ഖ് ലാക്കിൻ ഹും യഗ്തുന ഇലയ്യ, ഒരിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഷെയ്ഖെ, റുഖിയക്ക് വേണ്ടി എന്നെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്ഖ് പറയാം, ഉത്തർക്ക് ഒഴിവാക്ക്, ഒരു വരാൻ കടന്താണ്, നീ റുഖിയക്ക് വേണ്ടി പ്രത്യേകമായി ഇരുന്നുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ വരൂതല്ലോ, അവിടെ ഇനി അത് ഇരിക്കേണ്ട കാര്യമില്ല, എന്നെ അല്ലാതെ ഏൽപ്പിച്ചിട്ടുമില്ല എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെയാണ് ഈ കഥ. മദീനയിൽ ഞങ്ങളുണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടുകാരനായ നല്ല സലഫിയാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് ആൾക്ക് തൗഹീദ് മനസ്സിലാക്കിയിരുന്നു, സൂഫികൾക്കെതിരെ അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിരുന്നു. ഇത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, ഈ കഥ അദ്ദേഹത്തെ മറ്റൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അന അല്ലം തു ഫുലാനൻ അനു, ഞാൻ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഈ റുഖിയൊക്കെ ഒരാൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അന അല്ലം തു ഫുലാന റക്കിയ വല്ലാൻ ഇറക്കി, ഇന്നിപ്പോൾ ഓം റുഖിയ ചെയ്യുന്നുണ്ട്, യഹ്ദു ഫുലൂസൻ, ഓനിപ്പോൾ നല്ല ഞാനവനെ പഠിപ്പിച്ചു കൊടുത്തത്, എന്നിട്ട് ഓൻ വലിയ പൈസ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ എത്രത്തോളം കത് യഹ്ദു അല റുഖിയത്തി 14,000, ഒരു റുഖിയക്ക് 14,000 റിയാൽ വരെ ഓനിപ്പോൾ വാങ്ങുന്നുണ്ട്. ഞാനാണ് പഠിപ്പിച്ചു കൊടുത്ത ആൾ, പക്ഷെ ഓനിപ്പോൾ അത്
പൈസ ഉണ്ടാക്കേണ്ടത്, അവിടെ ഞാനും അങ്ങനെ ഒരു റുക്കീക്ക് ഇരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഈ ഒരു വിഷയത്തിന് പ്രവേശിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ന്യായം, അല്ല ധാരാളം ആളുകൾ സാഹിറന്മാരെ കൂടെ കൂടുന്നു, സിദ്ധന്മാരെ കൂടെ കൂടുന്നു, അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ഏറ്റവും നല്ല വഴി ഇതാണല്ലോ എന്ന് അയാൾ എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട, നീ ചെയ്യേണ്ടതില്ല, നീ തൗഹീദിലേക്ക് ക്ഷണിച്ചോ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അയാൾ കേട്ടില്ല. അങ്ങനെ അദ്ദേഹം റുഖിയയ്ക്ക് വേണ്ടി ഇരുന്നു. അങ്ങനെയാണ് അദ്ദേഹം റുഖിയയ്ക്ക് ഇരുന്നു, പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. അത് വലിയൊരു ബിസിനസ്. അപ്പോൾ പേരെന്താണ്, ആളുകൾ സാഹിറുമാരടുത്തേക്കും മന്ത്രവാദിക്കും പോകാതിരിക്കാൻ വേണ്ടി തൗഹീദുള്ള റുഖിയ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ വരുമാനമായി മാറി. അങ്ങനെ വരുമാനമായി മാറി എന്നല്ല, സുമ്മബാഴ്താലിക് അന്നാസുനാ ഫസൂഹു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ ഈ രംഗത്ത് മത്സരമായി. അങ്ങനെ വാഹിദും ഫി റിയാദ്, വാഹിദും ഫി തബൂക്ക്, വാഹിദും ഫി ജിദ്ദ. റിയാദിലൊരാൾ, തബൂക്കിലൊരാൾ, ജിദ്ദയിലൊരാൾ, എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ റാക്കിമാർ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പം ഇയാൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഇയാൾക്ക് എന്തൊരു വരുമാനം കുറഞ്ഞു. ഇയാൾക്ക് വന്ന ആളുകളാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ ഇത് പോണത്. അപ്പം ഇദ്ദേഹം വന്ന് എഴുതിയതാണ് ഇന്ന ഷൈത്വാൻ ലാ യദ്ഖുലു ഫിൽ ഇൻസാൻ, അങ്ങനെ പിശാചുവാദമൊന്നുമില്ല എന്ന് ഇയാൾ എഴുതാൻ തുടങ്ങി. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഇദ്ദേഹം റുഖ്യ നടത്തിയ കാലത്ത് ഇയാൾ റുഖ്യ നടത്തുക മാത്രമല്ല, ഇയാൾ ആളുകൾ അടിക്കുമായിരുന്നു, ഉഹ്റുജായതുവല്ലെന്ന് പറയുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. അവസാനം സുമ്മലമ്മാഫിസ്ഹു, ഈ രംഗത്ത് പല ആളുകളും വന്നപ്പോൾ ഇവർ പറഞ്ഞു ഇൻസാൻ, ഷൈത്താൻ പ്രവേശിക്കില്ല. ഇത് ഷെയ്ഖ് അല അയ്ബുൻ വഹിയരുന്ന, ഇതൊരു അഴിബാണ്, ഇതൊരു പോരായ്മയാണ്, വഷളത്തരമാണ്. വഹിയരുൻ, ചില കുതന്ത്രങ്ങളാണ്, ചില കുതന്ത്രങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ചില സോഷ്യൽ മീഡിയ ചർച്ചകളും ഇത്ര സമാനമായ സംഭവങ്ങളും നമ്മൾ നാട്ടിൽ കാണുമ്പോൾ ഈ ഫത്വ എത്ര കണ്ട് ഈ ഹദീസ് നിഷേധികൾക്ക് ഫിറ്റായി വന്നത്. ഇതിനാണ് കഷ്ടം കുറിച്ചൊരു ഭാഗം വായിച്ചിട്ട് വിസ്തത്തിനെതിരെ ഇപ്പോൾ ചില ആളുകൾ കൊപ്പത്ത് ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് കൂടി സൂചിപ്പിക്കാം. തീർച്ചയായും. അപ്പോൾ ഇതിൽ പിന്നെ നിഷേധത്തിലേക്ക് പോകും തോറും ഈ പറഞ്ഞ സംഗതിനെ ഒരു കൂട്ടരെ മുവഹിദുകളെ കരിവാരിത്തേക്കാനും ആക്ഷേപിക്കാനും വേണ്ടി നിഷേധത്തിലേക്ക് പോകും തോറും ഇവർ കൂടുതൽ കൂടുതൽ കുഴിയിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത്, പ്രമാണത്തെ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക്. അതുപോലെ തന്നെ കൂടിയ ചില ആളുകളെ തൃപ്തിപ്പെടുത്താനും കൂടി വേണ്ടിയാണ് ഇത്തരത്തിൽ ചിലതൊക്കെ നിഷേധിച്ച് തള്ളേണ്ടി വരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതിര് കവിഞ്ഞവർ ഒരു കൂട്ടർ, അതെ അതെ, ദേമാതിരി നിഷേധിക്കുന്ന ഒരു കൂട്ടർ. ഇസ്ലാമിലുള്ളത് അതുപോലെ സമ്മതിച്ച് നമ്മൾ പോവുക, അതന്നെയാണ് അതിലുള്ള പരിഹാരം. നിഷേധിക്കാനും പോകുന്നില്ല, പ്രമാണത്തിൽ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകാനും തയ്യാറല്ല. അള്ളാഹു ആ ഒരു മാർഗത്തിൽ തന്നെ നിലനിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.